അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ഒരു കണക്ഷനാണ് നമ്മുടെ ഇബാദത്തുകൾ. അവനിൽ നിന്നുള്ള ഒരു നൂറ്, ഒരു പ്രകാശം നമ്മളിലേക്ക് ബന്ധിച്ച് അതിലൂടെ ചൂട് കയറിയിട്ട് വേണം ആകാശലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ കാരുണ്യം വർഷിക്കാൻ. റഹ്മത്ത് അള്ളാഹുവിങ്കൽ നിന്ന് വർഷിക്കണം. ഏതുപോലെ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ് ഇത്. കടലിൽ നിന്നും അതുപോലെ തന്നെ നദികളിൽ നിന്നുമെല്ലാം വെള്ളം നീരാവിയായി ഉയർന്നു പൊങ്ങി മഴയായി വർഷിക്കും പോലെ അള്ളാഹുവിങ്കലേക്ക് നമ്മൾ തേടുക, ഇബാദത്തുകൾ കൊണ്ട് അടുക്കുക, നോമ്പ് കൊണ്ട്, നിസ്കാരങ്ങളെ കൊണ്ട്, സ്വതക്കകളെ കൊണ്ട്, സൽക്കർമ്മങ്ങളെ കൊണ്ട് ചൂടുപിടിപ്പിക്കുക. അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിങ്കൽ നിന്ന് റഹ്മത്ത് നമുക്ക് വാരിക്കോരി ചൊരിയും. പരിശുദ്ധമായ റഹ്മത്തിന്റെ 10 നമ്മൾ ഉള്ളത്. അതിൽ ആദ്യത്തെ വെള്ളിയാഴ്ച അൽഹംദുലില്ലാ നമുക്ക് ഒരു നോമ്പ് പൂർത്തീകരിക്കാനും അൽഹംദുലില്ലാ ഒരു ജുമഅയിൽ പങ്കെടുക്കാനെല്ലാം അള്ളാഹു തൗഫീഖ് നൽകി. പടച്ച റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വാരിക്കോരി അവന്റെ കോടാനകോടി റഹ്മത്തുകൾ ചൊരിയുന്ന ഈ ഒരു പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ അവന്റെ റഹ്മത്ത് കൊണ്ട് നമ്മെ അള്ളാഹു പൊതിയുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും അള്ളാഹു വലിയ കാരുണ്യം ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ കാരുണ്യം വളരെ വിശാലമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ അത് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂൻ വയുഅ്തൂന الزകാത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. എന്റെ റഹ്മത്ത് വിശാലമാണ്. എല്ലാ ജനങ്ങളിലേക്കും എന്റെ റഹ്മത്ത് എത്തിയിട്ടുണ്ട്. സർവചരാചരങ്ങളിലേക്കും എന്റെ റഹ്മത്ത് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു ദുനിയാവിലെ റഹ്മത്ത് വാരി കോരി ചൊരിയും. അവൻ അമൽ ചെയ്യുന്നുണ്ടോ, ഇബാദത്ത് ചെയ്യുന്നുണ്ടോ, നിരീശ്വരവാദിയാണോ, സുന്നിയാണോ, ഒന്നും അള്ളാഹുവിന്റെ നോട്ടമില്ല. എല്ലാവരിലേക്കും അള്ളാഹുവിന്റെ റഹ്മത്ത് ദുനിയാവിൽ ലഭിക്കുകയാണ്. എന്നാൽ വസഅക്തുബുഹാ ലില്ലദീന യത്തഖൂൻ, പിറകെ നാം നൽകുന്നത്, പിറകെ അഥവാ ആഖിറത്തിൽ വെച്ച് നാം റഹ്മത്ത് ചെയ്യുന്നത് അത് തഖ്വയുള്ളവർക്ക് വേണ്ടി മാത്രമാണ്. തഖ്വയോടുകൂടെ ജീവിച്ചവർക്ക് വേണ്ടി മാത്രമാണ് നിന്റെ റഹ്മത്ത് അവിടെ വിതരണം ചെയ്യപ്പെടുന്നത്. അതുപോലെ വയുഅ്തൂന സകാത്ത് കൊടുത്തു വീട്ടിയവർക്കും വേണ്ടിയിട്ടാണ്. വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ, എന്റെ ദൃഷ്ടാന്തങ്ങൾ വിശ്വസിച്ച് ഈമാനോടെ തഖ്വയോടെ അമൽ ചെയ്ത് ജീവിച്ചവരാരാണോ അവർക്ക് മാത്രമാണ് നാളെ എന്റെ റഹ്മത്തുള്ളത്. ദുനിയാവിൽ ഏതൊരാൾക്കും അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കും. ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനാരാ? അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനാണോ? ആലോചിക്കാം നമുക്ക്. റഹ്മത്ത് അള്ളാഹു വാരിക്കോരി നൽകുന്നതാണ്. അതൊരു ഇഷ്ടത്തിന്റെ അടയാളമല്ല. അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടിയത് എന്നതിന്റെ ഒരു അടയാളമല്ല. അത് അവന്റെ റഹ്മത്തിന്റെ ഭാഗമായിട്ടുള്ള സമ്പത്ത് ലഭിച്ചു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു ഇത് പരീക്ഷണ ലോകമായി വെച്ചതാണ്. ദുആ ചെയ്യുക, അമല് കൊണ്ട് മുന്തുക, ധാരാളം ദിക്ർ, സ്വലാത്തിലായി, നോമ്പിലായി, അദ്കാറിലായി നമ്മൾ മുന്നേറുക. ഇതാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് ശാശ്വതമായി ലഭിക്കാനുള്ള കാരണമായി ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ദിവസവും 34 തവണ നമ്മൾ അള്ളാഹുവിന്റെ വാക്ക്, അവന്റെ ഇസ്മിനെ ഉച്ചരിക്കുന്നുണ്ട്. ദിവസവും 17 റക്അത്തിലായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫാത്തിഹയിൽ നമ്മൾ റഹ്മാനിർ റഹീം ഉച്ചരിക്കുന്നുണ്ട്. അർ റഹ്മാനിർ റഹീം എന്ന അതേ സൂറത്തിൽ തന്നെ വീണ്ടും ആയത്ത് ആവർത്തിക്കുന്നുണ്ട്. അവന്റെ ഏറ്റവും മഹത്തായ വിശേഷണമാണ് കാരുണ്യവാൻ എന്നുള്ളത്. വലിയ കാരുണ്യവാനാണ്. ബിസ്മി എല്ലാ നിഅമത്തിന്റെയും താക്കോലാണ്. സർവ്വ ഖൈറും ലഭിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ബിസ്മി അത്യാവശ്യമാണ്. കുല്ലു അംരിൻ ദീബാൽ, എല്ലാ കാര്യങ്ങളും തുടങ്ങേണ്ടത് അത് ബിസ്മി കൊണ്ടാണ്. ലം തുബ്ദ ബിസ്മില്ലാഹി ഫഹുവ അബ്തറു, ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ അത് ബറക്കത്ത് നഷ്ടപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ ഹബീബ് മിഅ്റാജിന്റെ രാത്രിയിൽ 4 നദികളെ കാണുകയാണ്. 4 നദികൾ ഒലിച്ചു വരുന്നത് കാണുന്നുണ്ട്. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ ജിബ്രീൽ, എവിടുന്നാണ് ഈ 4 നദികൾ ഒലിച്ചു വരുന്നത്?
എവിടുന്നാണ് ഇതിന്റെ ഉത്ഭവ സ്ഥലം, എവിടെയാണെന്ന് കാണിച്ചു തരൂ. അതേ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഖുബ്ബ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിഭയാനകമായ രത്നത്തിനാലുള്ള നല്ല മുഞ്ചുള്ള ഒരു ഖുബ്ബ. ആ വലിയ ഖുബ്ബയുടെ ചുവട്ടിൽ നിന്നാണ് നബിയേ, ഇതിന്റെ ചുവട്ടിൽ നിന്നാണ് ഈ 4 നദികളും ഒലിച്ചു തുടങ്ങുന്നത്. എവിടേക്കാണ് ഓ ജിബ്രീലേ ഈ നദികൾ എത്തിച്ചേരുന്നത്? റൂഹുൽ ബയാനിൽ ഈ സംഭവം കാണാൻ കഴിയും. ഈ 4 നദികളും എവിടേക്കാണ് ജിബ്രീലേ എത്തിച്ചേരുന്നത്? അത് തങ്ങളുടെ ഹൗദിലേക്കാണ് നബിയേ, ഹൗദുൽ കൗസറിലേക്കാണ് റസൂലേ. തിരിഞ്ഞു നടക്കാൻ തുനിഞ്ഞ മുത്തുനബിയോട് മലക്കിന്റെ ചോദ്യം, നബിയെ അതിന്റെ ഉള്ളിലേക്ക് കടക്കണ്ടേ, ഒന്ന് ഉള്ളിൽ കയറി കാണണ്ടേ? വലിയ വാതിൽ കണ്ടില്ലേ ജിബ്രീലേ, എങ്ങനെ കടക്കാനാ? താഴിട്ട് പൂട്ടിയിട്ടുണ്ടല്ലോ, ലോക്കാണല്ലോ, എങ്ങനെ കയറാനാണ്? അള്ളാന്റെ ഹബീബിനോട് പറയുന്നു, അശരീരിയുടെ വിളി വരുന്നു, അള്ളാഹുവിങ്കിൽ നിന്നുള്ള നിർദ്ദേശം വരുന്നു. ഖൂലൂ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബിയേ ബിസ്മി പറയൂ, നബിയേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒഴിഞ്ഞാൽ മതി, ആ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. മുത്തുനബി മൊഴിയുന്നു, വാതിൽ തുറക്കുന്നു, ഉള്ളിൽ കയറുന്നു. 4 നദികൾ തുടങ്ങുന്നിടത്തും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വലിയ കാര്യമാണ്, വലിയ കാര്യമാണ്, ചെറിയ കാര്യമല്ല. നമ്മൾ ജീവിതത്തിൽ അധികമായി ചൊല്ലുന്ന ഒരു ആയത്തതായിരിക്കും. അതിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കണമെന്ന് മാത്രം. വീട്ടിൽ കയറുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ബാത്റൂമിലേക്ക് കയറുന്നതിന് മുന്നേ, പള്ളിയിലേക്ക് കയറുമ്പോൾ തുടങ്ങി ഏതെല്ലാം നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടെല്ലാം നമുക്ക് ബിസ്മി ചൊല്ലാൻ പറ്റുമോ? ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പൂർത്തീകരിച്ച് തന്നെ നമ്മൾ ചൊല്ലാൻ ശ്രമിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുത്തുനബിയോട് അള്ളാഹു പറയുന്നുണ്ട്, ആരാണോ ബിസ്മി ദായിമായി ചൊല്ലുന്നവൻ അവൻക്ക് ഈ നദിയിൽ നിന്ന് ഞാൻ കുടിപ്പിക്കും, അഥവാ തങ്ങളുടെ ഹൗദുൽ കൗസർ ഞാൻ കുടിപ്പിക്കുമെന്ന്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ, അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. വീട്ടിൽ കയറുമ്പോ എന്താ ചൊല്ലണ്ട്? ബിസ്മില്ലാഹി വലജിന ബിസ്മില്ലാഹി ഖറജിന വഅലാ റബ്ബിനാ തവക്കൽനാ. മദ്രസയെന്ന് പഠിച്ചു വെച്ചതാണ്, മറന്നുപോയില്ലേ? നമ്മൾ ചൊല്ലാറില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ബിസ്മില്ലാഹി ഖറജിന ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നമ്മൾ മറന്നു പോകാറാണ്. ചെറിയ പ്രീ സ്കൂൾ പഠിക്കുന്ന കുട്ടി പഠിച്ചു വരുന്നുണ്ട്, എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉച്ചത്തിൽ ചൊല്ലുന്നുണ്ട്, ഉമ്മാനൊക്കെ ചൊല്ലുന്നുണ്ട്, ആ കുട്ടീനെ പഠിപ്പിക്കുന്നുണ്ട്. ആ കുട്ടി അങ്ങനെ ദായിമായി കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. നമ്മളെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദിക്റായി കടന്നു വരേണ്ടതാണ് പ്രിയപ്പെട്ടവരെ ഈ റഹ്മാൻ റഹീം എന്ന അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തായ വിശേഷണം ചേർത്തി വെച്ച ഈ ഒരു ആയത്ത് അള്ളാഹു തആല എല്ലാ സൂറത്തുകളെയും തുടക്കത്തിൽ കൊണ്ടുവരികയാണ്, സുന്നത്തായി വെച്ചതാണ്. അള്ളാഹുവിന്റെ വിശേഷണം എന്ന റഹ്മാൻ എന്ന വിശേഷണം അത്രമേൽ മഹത്വമാണ്. ഖാലത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ. മറിയം ബീബി റളിയല്ലാഹു അൻഹാ തന്റെ മുമ്പിലേക്ക് മനുഷ്യന്റെ കോലത്തിൽ വന്ന ഒരു പുരുഷന്റെ സ്വഭാവത്തിൽ രൂപത്തിൽ വന്ന മലക്കിനെ കണ്ടപ്പോ, ഒറ്റക്കായ ഒരു സമയം റൂമിലേക്ക് അഞ്ഞൊരു പുരുഷൻ കടന്നു വന്നപ്പോ, അള്ളാഹുവിൽ ഭയമുണ്ടെങ്കിൽ, തഖ്വയുണ്ടെങ്കിൽ ഞാൻ നിന്നിൽ നിന്ന് അള്ളാഹുവിനോട് അഥവാ റഹ്മാനായ റബ്ബിനോട് കാവലിനെ തേടുകയാണെന്ന വാക്കവിടെ കാണാൻ കഴിയും. അള്ളാഹുവിലേക്ക് കൈമലർത്താൻ, കാവൽ തേടാൻ, എല്ലാ നന്മകളും തേടാൻ പറ്റിയ നല്ല ഇസ്മാണ് റഹ്മത്ത് എന്നുള്ളത്. അള്ളാഹു വാരിക്കോരി ചൊരിയുന്നു മുഅ്മിനീങ്ങളെ റഹ്മത്ത്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിന് അനുഗ്രഹമാണല്ലോ. അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം നമുക്ക് വേറെ ലഭിച്ചിട്ടില്ലല്ലോ, ഇനി ലഭിക്കാനുമില്ലല്ലോ. ആ ഉമ്മത്തിൽപ്പെട്ടതാണ് നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടുള്ളത്. ഈമാനോടുകൂടെ നമുക്ക് ആ ഉമ്മത്തിൽ ചേരാൻ കഴിഞ്ഞു എന്നുള്ളത് മുൻഗാമികളായ സർവ്വനബിമാരും കൊതിച്ചതാണ്, മൂസാ നബി ആഗ്രഹിച്ചതാണ്. ഉമ്മത്ത് മുഹമ്മദിൽ ഒരു കണ്ണിയാകാൻ കഴിയുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. ഈസാ നബി
അലൈഹിസ്സലാത്തു വസ്സലാം ഇനി ഇവിടെ ആഖിറുസ്സമാനിൽ ഇറങ്ങി വരാനുണ്ട്. മുത്തുനബിയുടെ ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുന്നുണ്ട്, ഇവിടെ പ്രബോധനം ചെയ്യുന്നുണ്ട്. എല്ലാം ഇവിടെ നടക്കാനുള്ളതാണ്. ആരും കൊതിച്ചു പോകുന്ന ഒരു മെമ്പർഷിപ്പാണ് അള്ളാന്റെ ഹബീബിന്റെ ഉമ്മത്തിൽ കിട്ടുക എന്നുള്ളത്. നമ്മൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. അതുപോലെ കിട്ടിയ മറ്റൊരു റഹ്മത്തല്ലേ അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഖുർആൻ, അള്ളാന്റെ ഹബീബിന്റെ ഇന്നും നിലനിൽക്കുന്ന മുഅ്ജിസത്തായ ഖുർആൻ. ആ ഖുർആൻ എത്ര വലിയ അനുഗ്രഹമാണ്. പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ലോകമാണ്. ധാരാളം മനുഷ്യനക്ക് ചെയ്ത നിഅമത്തുകളെ കുറിച്ച് അവൻ പ്രതിപാദിക്കുന്നുണ്ട്. അള്ളാഹു എണ്ണി എണ്ണി പറയുന്നുണ്ട് സൂറത്തുൻ നബഇൽ, അലം നജഅലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ വഖലഖനാകും അസ്വാജാ വജഅൽനാ നൗമകും സുബാതാ വജഅൽനൽ ലൈല ലിബാസാ വജഅൽനൻ നഹാറ മആശാ വബനൈനാ ഫൗഖകും സബ്അൻ ശിദാദാ വജഅൽനാ സിറാജൻ വഹാജാ വഅൻസൽനാ മിനൽ മുഅ്സിറാതി മാഅൻ സജ്ജാജാ. അല്ലാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ എണ്ണി പറയാണ് സൂറത്തുൻ നബയിലൂടെ. അല്ലാഹു നിങ്ങൾക്ക് ഭൂമിയെ നല്ല വിരിപ്പാക്കി തന്നില്ലേ? ഇതിനെ ഉറപ്പിച്ചു നിർത്താൻ പർവ്വതങ്ങളെ തന്നില്ലേ? നിങ്ങൾക്ക് അല്ലാഹു ഇണകളെ തന്നില്ലേ? നിങ്ങൾക്ക് നല്ല ഉറക്ക് നല്ല റാഹത്താക്കി തന്നില്ലേ? പകലൻ നിങ്ങൾക്കൊരു നല്ല ആരോഗ്യത്തോടുകൂടെ ആ ജോലി ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാക്കി തന്നില്ലേ? ഇങ്ങനെ തുടങ്ങി അല്ലാഹു നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തന്നതും സർവമാന അനുഗ്രഹങ്ങൾ തന്നതും. അലം നജഅൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ. ചിന്തിക്കണേ മനുഷ്യ, ചിന്തിക്കണേ മനുഷ്യ, നിങ്ങൾക്ക് രണ്ട് കണ്ണു തന്നില്ലേ റബ്ബ്? നിങ്ങൾക്ക് സംസാരിക്കാൻ നാവ് തന്നില്ലേ അല്ലാ? എത്ര വലിയ നിഅമത്താണ്. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയവർക്ക് അത് തിരിയുകയുള്ളൂ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് പലരും ഞങ്ങളെ നോക്കി കണ്ട് സംസാരിച്ചിരുന്നവർ, ബഹുവന്നരായ നമ്മളെ മദ്രസയിൽ ജോലി ചെയ്ത സദർ ഉസ്താദ് അടക്കം കണ്ണിന്റെ കാഴ്ച കുറഞ്ഞുപോയി. വല്ലാത്ത പ്രയാസം. അല്ലാഹുവേ, നീ സലാമത്ത് കൊടുക്കണേ അല്ലാ, പൂർണ്ണ ആരോഗ്യം കൊടുക്കണേ അല്ലാ. റബ്ബേ, ആ കണ്ണിന്റെ കാഴ്ച പോകുമ്പോഴേ അതിന്റെ വാല്യൂ മനസ്സിലാവുകയുള്ളൂ. നമ്മുടെ കിഡ്നിയുടെ വർക്ക് നിൽക്കുമ്പോഴേ അതിന്റെ വാല്യൂ മനസ്സിലാവുകയുള്ളൂ. സംസാരിക്കാൻ നാവ് കുഴഞ്ഞു പോകുമ്പോഴേ അതിന്റെ നിഅമത്തിന്റെ വണ്ണം തിരിച്ചറിയുകയുള്ളൂ. അല്ലാഹു ഓർക്കാനാ പറയുന്നത്, ചിന്തിക്കാനാ പറയുന്നത്. ഞാൻ തന്ന റഹ്മത്തിനെ മനസ്സിലാക്കണമെന്നാണ് ബോധ്യപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ആ തന്ന റഹ്മത്ത് റബ്ബിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ കഴിയണം. അല്ലാഹു തന്ന കണ്ണുകൊണ്ട് ഒരിക്കലും തെറ്റിലേക്ക് നോക്കാതിരിക്കാൻ നമ്മൾ തയ്യാറാവുക. ഇതാണ് ഇന്ന് ചെയ്യേണ്ട ഏറ്റവും വലിയ ഇംസാക്ക്. നമ്മളെ വയറ് മാത്രം നോമ്പ് നോറ്റാ പോരല്ലോ, പട്ടിണി കിടക്കാൻ ആർക്കും കഴിയും. പക്ഷേ എന്റെയും നിങ്ങളുടെയും കണ്ണും കാതും നോമ്പ് നോൽക്കുന്നതാകണം. അവിടെയാണ് നോമ്പ് കാമിലാകുന്നത്. ഫിത്നയും ഫസാദുമായിട്ട് നമ്മളെ നോമ്പ് നടക്കുകയാണെങ്കിൽ സുബ്ഹി ജമാഅത്ത് കഴിയുക, അല്ലെങ്കിൽ ളുഹുർ ജമാഅത്ത് കഴിയുക, അങ്ങാടിയിൽ പോവുക, നമ്മൾ സ്വറപറച്ചിലാണ്, ഗീബത്ത് നമീമത്തിലാണ്, ഫിത്ന ഫസാദിലാണ്. പിന്നെ നമ്മളെ നോമ്പ് കൊണ്ട് എന്ത് കാര്യമാണ്? അവനെ കൊണ്ട് ഛർദിപ്പിച്ചു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പുകാരായ രണ്ട് പെണ്ണുങ്ങളോട് അള്ളാന്റെ ഹബീബ് പറഞ്ഞില്ലേ, ഛർദിക്ക്. നോമ്പായിട്ടില്ല, തിന്നത് മുഴുവനും പച്ച മാംസം, മഞ്ഞൻ്റെതാണ്, പച്ച മാംസാണ് ഛർദിച്ചത് എന്നാ ചരിത്രം നമുക്കറിയാം. ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നോട് സമ്മതം ചോദിക്കാതെ ഇന്ന് ആരും നോമ്പുറക്കണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോരുത്തരെ മുമ്പിൽ വരിക, സമ്മതം ചോദിക്കുക. നീ ഉറക്കാനായിട്ടില്ല, മുറിക്കാനായിട്ടില്ല, ഛർദിക്ക്. നീ തിന്നത് ഗീബത്ത് നമീമത്തിലൂടെ അന്യന്റെ പച്ച മാംസമാണ്. നല്ല ഗൗരവത്തിൽ ചിന്തിക്കണം, നല്ല ഗൗരവത്തിൽ ചിന്തിക്കണം. അള്ളാഹു വലിയ കാര്യമായി, അശ്രദ്ധമായി, ഏറ്റവും അപകടമാണെന്ന് പറഞ്ഞത് നമുക്കൊക്കെ സഹിലാണ്. അള്ളാഹു തആല വലിയ സഹിലാക്കിയതൊക്കെ നമുക്ക് വലിയ ഭാരവുമാണ്. വലിയ ഭാരാക്കിയതൊക്കെ നമുക്ക് സഹിലാണ്. അള്ളാഹു പറഞ്ഞു, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, അൽ ഗീബത്തു അശദ്ദു മിനസ് സിന. വ്യഭിചാരത്തെക്കാൾ വലിയ കഠിനമാണ് ഗീബത്ത്. നമുക്കത് നിസാരാണ്. അത് ഞാരായാലും എവിടെയായാലും ആരൊക്കെ കൊച്ചാക്കാൻ പറ്റുമോ, ആരൊക്കെ കുറവാക്കാൻ പറ്റുമോ, നമ്മൾ ഇരുന്നിട്ട് വിളമ്പും.
നോമ്പാണെന്നുള്ള നല്ല ബോധം നമുക്ക് വേണം, നല്ല പേടി നമ്മുടെ കൽബിൽ വേണം. പഠിച്ചോനെ, എന്റെ നാവ് കൊണ്ട് എന്റെ അമല് വാത്തിലായി പോകോ? വഹദാനിയത്തിനെ സൂചിപ്പിക്കുന്ന ഒരു അമലാണ് നമ്മുടെ ശരീരത്തിലെ നാവ്. ഏകത്വത്തെ ഒന്നേ ഉള്ളൂ നാവ്, അല്ലേ? നല്ലോണം ശ്രദ്ധിക്കണം. നിങ്ങൾ നാവും നിങ്ങളുടെ ഗുഹ്യാവയവും സംരക്ഷിക്കാൻ നിങ്ങൾ ഉറപ്പു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജാമ്യം നിന്ന് സ്വർഗം വാങ്ങിത്തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളെയും നിസാരാക്കണ്ട, ഒരാളെയും കുറവാക്കണ്ട. ഞങ്ങൾ ബമ്പന്മാര്, ഞങ്ങൾ കുറവുള്ളവര്, ഞങ്ങൾ മോശക്കാര്, ഞങ്ങൾ ഉഷാറുള്ളവര്, ആരെയും തരംതിരിച്ചിട്ടില്ല പരിശുദ്ധ ദീന്. കുല്ലും സവാ ലാ ഫദ്ല ലിഅറബിയിൻ അലാ അജമി എന്ന് അറബികളെ മുഖത്ത് നോക്കിയിട്ട് ഹജ്ജത്തുൽ വദാഇൽ മുത്തുനബി, ഒരു അറബിക്കും ഒരു അനറബിയേക്കാൾ ഒരു പവറും ഇല്ല, അറബിക്ക് അനറബിയേക്കാൾ ഒരു മഹത്വവും ഇവിടെ ഇല്ല. അള്ളാഹുവിൽ തഖ്വ ചെയ്ത് ആരാണ് മുന്തിയത്, അവൻക്ക് ഇവിടെ ഫദ്ലുള്ളെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിത് വിനയം നേടേണ്ട മാസാണ്, ആർക്കും റഹ്മത്ത് ചെയ്യേണ്ട മാസാണ്. നാവ് കൊണ്ട് ഒരാളെയും ബേജാറാക്കരുത്, ബുദ്ധിമുട്ടിപ്പിക്കരുത്, വിഷമിപ്പിക്കരുത്. ഇന്ന് ഖുതുബയിൽ ചോദിച്ചതുപോലെ ഈ മാസെത്തിയിട്ട് നിങ്ങൾ ഇനിയും മാപ്പ് കൊടുത്തിട്ടില്ലേ? ഇനിയും മറ്റുള്ളവനെ വേദനിപ്പിക്കുകയാണോ? ഇനിയും ബേജാറാക്കാണോ? ഇനിയും മാപ്പ് കൊടുക്കാതെ തെറ്റി നടക്കാണോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഖൽബ് തട്ടേണ്ട ചോദ്യമാണ്. മുഅ്മിനെ, മഹാനായ ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ഭ്രാന്തന്മാരെ പോലും വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് സൽക്കരിക്കുന്ന മഹാന. എന്തിനാ ഉസ്താദെ ഇങ്ങനെ ഭ്രാന്തന്മാരൊക്കെ പിടിച്ചു കൊണ്ടുവരുന്നത്? എത്ര മനുഷ്യന്മാരുണ്ട് നാട്ടില്, നിങ്ങളെന്താ ഈ ഭ്രാന്തന്മാരെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇങ്ങനെ സൽക്കരിക്കുന്നത്? ഷെയ്ഖ് റിഫാഇ തങ്ങളെ മറുപടി, മക്കളെ, നാളെ ചോദ്യമില്ലാതെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന വിഭാഗമാണ്. നമ്മൾ വലത് കൈയിലോ ഇടത് കൈയിലോ കിതാബും വാങ്ങിയിട്ട് അവിടെ ഇങ്ങനെ ബേജാറിൽ കെട്ടി നിൽക്കുമ്പോ ഒരു ചോദ്യവും ഇല്ലാതെ ഗ്രീൻ ചാനൽ വഴി സ്വർഗത്തിൽ കടന്നു പോകുന്ന സാധുക്കളാണ്. അവരെയല്ലാതെ പിന്നാരെയാ സൽക്കരിക്കേണ്ടത്? അവർക്ക് വിളമ്പി കൊടുക്കാണ്, അവരെ കൂടെ ഭക്ഷണം കഴിക്കാണ്. ഒരൊറ്റ തളികയിലിരുന്ന് ഷെയ്ഖ് റിഫാഇ തങ്ങൾ ഭക്ഷിക്കുകയാണ്. അതിഥിയെ വല്ലാതെ സൽക്കരിച്ചു മഹാൻ, ബഹുമാനിച്ചു മഹാൻ. ഈ ദീന് പഠിപ്പിച്ച വലിയൊരു തത്വമാണത്. അതിഥിയെ ബഹുമാനിക്കണം, അതിഥിയോട് ബഹുമാനം ഉണ്ടാവാന്നുള്ളതിന്റെ സൂചകമാണ് അതിഥിക്ക് ഖിദ്മത്ത് ചെയ്യുക എന്നുള്ളത്. അതിഥി വന്നാൽ അങ്ങോട്ട് ഭക്ഷണം വിളമ്പി കൊടുക്കുക എന്നുള്ളത്. നമ്മുടെ വീട്ടിൽ വന്ന അതിഥിയെ നല്ലോണം ആദരിക്കണം. അവർക്ക് ടേബിൾ ഇട്ട് കൊടുത്ത് ഇരുത്തിയിട്ട് ഭക്ഷണം അങ്ങോട്ട് എത്തിച്ചു കൊടുത്തിട്ട് ഖിദ്മത്ത് ചെയ്യലാണ് ആ അതിഥിയോടുള്ള അദബെന്നാണ് പരിശുദ്ധ ദീന് പഠിപ്പിച്ചത്. പൂർണ്ണമായും ആ അദബ് പഠിപ്പിച്ച നേതാവാണ് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ നാവ് കൊണ്ട് ഒരാളെയും കുറവാക്കണ്ട. നാളെ ഹിസാബില്ലാതെ പോകുന്നവനായിരിക്കാം ചിലപ്പോൾ അയാള്. ആരെയും കുറ്റം പറയണ്ട, കുറവാക്കണ്ട, മോശമാക്കണ്ട. സർവരിലേക്കും റഹ്മത്ത് വിതരണം ചെയ്യട്ടെ. ഭാര്യയോട് മക്കളോട് റഹ്മത്ത് ചെയ്യണേ. നാട്ടുകാർക്കൊക്കെ നല്ല ഗുണം ചെയ്യും, നല്ല സ്വതക്ക ചെയ്യും, മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ നല്ല ആളാണ്. പക്ഷേ വീട്ടുകാരെ മുമ്പിൽ ഒരു നയാ കാശിന്റെ വിലയില്ല. കുടുംബത്തിലേക്ക് സ്വതക്ക എത്തൂല. അയാളെ റഹ്മത്തിന്റെ സഹായ ഹസ്തം കുടുംബത്തിലേക്ക് തീരെ എത്തൂല. എത്ര വീട്ടുകാരുണ്ട്, എത്ര പണക്കാരുണ്ട്, സ്വന്തം കുടുംബത്തിലുള്ളവർ അന്യന്റെ വീട്ടിൽ ജോലി ചെയ്യാണ്ട്, സ്വന്തം പങ്ങള് വീടില്ലാതെ കഷ്ടപ്പെടാണ്. ഇയാള് വലിയ ബംഗ്ലാവില, വലിയ സ്വതക്ക ചെയ്യുന്ന ആളാ, നാട്ടിലെ വലിയ പേര് കേട്ട ആളാ. കുടുംബത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ. ഓരോരുത്തരോടും നാളെ ചോദ്യം ചെയ്യപ്പെടാനുണ്ട്. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽഅർഹാം. നിങ്ങളെ കുടുംബത്തെ കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. ഉത്തരവാദിത്വം നമ്മൾ ഏൽപ്പിക്കപ്പെട്ടതാണ്. സഹായങ്ങൾ പരലേക്കും എത്തണം. നമ്മിൽ നിന്ന് റഹ്മത്ത് മറ്റുള്ളവരിലേക്ക് എത്തിയാലേ അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ചൊരിയുകയുള്ളൂ. അള്ളാഹുവിനോട് ധാരാളമായ റഹ്മത്തിനെ തേടുക. ഏറ്റവും ആദ്യം വേണ്ടത് പടച്ച റബ്ബിൽ നിന്നുള്ള മഗ്ഫിറത്താണ്. റമളാനെത്തിയിട്ടും പാപം പൊറുപ്പിച്ചിട്ടില്ലെങ്കിൽ അവനേക്കാൾ വലിയ മോശപ്പെട്ടവൻ
ബന്ധപ്പെട്ടവൻ ആരുമില്ല. അവൻ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ദൂരത്തായി പോയവനാണ്. പ്രിയപ്പെട്ടവരെ, ഈ റഹ്മത്തിന്റെ 10 വിട പറയുന്നതിന് മുന്നേ അള്ളാഹുവിനോട് റഹ്മത്തിനെ ചോദിക്കും, മഗ്ഫിറത്തിനെ തേട്. എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും നബിയേ ഖുൽ, തങ്ങൾ പറഞ്ഞു കൊടുക്കണേ, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. എത്ര വലിയ തെറ്റെയ്തവനാണെങ്കിലും എന്നെ ആശ മുറിയരുത് എന്ന് പറയണേ. എന്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിഞ്ഞു പോകരുതേ. ഞാൻ പുറത്തു കൊടുക്കും അവർക്കൊക്കെ. എന്നിലേക്കൊന്ന് കരഞ്ഞു വന്ന് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞാൽ മതി. എത്ര ചോദിച്ചാലും എനിക്ക് വെറുപ്പില്ല, സന്തോഷമേ ഉള്ളൂ. നമ്മളോടാണ് 2ഉം 3ഉം തവണ ചോദിച്ചാൽ നമുക്കൊരു ബേജാറ്. എന്നോടല്ലേ പറഞ്ഞത് തരാന്ന്, വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കാൻ എന്താണ്? എന്റെ മനസ്സിലുണ്ട്, ഓർമ്മയിലുണ്ട്, പോയിക്കോ. അള്ളാഹു അങ്ങനെ ആട്ടൂല. ദിവസം നീ 100 തവണ ചോദിച്ചാലും അള്ളാഹുവിന് പെരുത്ത് ഇഷ്ടമാണ്. ഇന്നല്ലാഹ യുഹിബ്ബു അൽ മുലിഹീൻ. കീർത്തിച്ച് എനിക്ക് വേണം റബ്ബേ, നീ അല്ലാതെ വേറൊരാളും തരാനില്ല എന്ന് പറഞ്ഞ് റബ്ബിനോട് ചോദിച്ചു വാങ്ങുന്നവനെ അള്ളാഹ്ക്ക് പെരുത്ത് ഇഷ്ടമാണ്. അള്ളാഹുവേ, ഞങ്ങൾക്ക് നിന്റെ റഹ്മത്ത് വാരിക്കോരിച്ചൊരിയണേ അള്ളാഹുവേ, ഈ പരിശുദ്ധമായ ദിവസം ഞങ്ങൾ നിന്നിലേക്ക് ദുആ ചെയ്യാൻ വേണ്ടി തടിച്ചുകൂടിയതാണ്. യൗമുൽ ജുമഅയിൽ ഞങ്ങൾ ജുമഅയിൽ പങ്കെടുത്ത നിസ്കാരം നിർവഹിച്ച് യാ അല്ലാഹ് നിന്റെ റഹ്മത്തിനെ തേടി ദുആ ചെയ്യുകയാണ്. മുഅ്മിനീങ്ങൾ 40-ലധികം തടിച്ചുകൂടിയ സദസ്സാണ്. യാ അല്ലാഹ്, ഈ സദസ്സ് നീ ഖബൂലാക്കണേ അല്ലാഹ്.